മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ ഒന്നാം ഘട്ട വിതരണം ഇന്നാണ്. 11.5 ഏക്കർ ഭൂമിയിൽ 105 വീടുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോലാണ് കൈമാറുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി MP മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനുഷ്യരല്ലാത്ത എന്തിനേയും നമുക്ക് പുനർനിർമ്മിക്കാം. അതിന് സാധ്യമായതെല്ലാം നമ്മുടെ കൈവശമുണ്ട്. അതാണ് സ്നേഹവും ആത്മവിശ്വാസവും. അതുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി ആദ്യ സെറ്റ് വീടുകളുടെ കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. മുസ്ലിം ലീഗ് നിർമ്മിച്ച 105 വീടുകളിൽ 51 വീടുകൾ ഇന്ന് താക്കോൽ കൈമാറും. VS രഞ്ജിത്തും ദീപക് മോഹനുമുണ്ട് നമുക്കൊപ്പം വയനാട് നിന്നും. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, നമ്മൾ ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. മനോഹരമായൊരു വില്ല തന്നെ, അല്ലെങ്കിൽ വില്ലകളുടെ ഒരു ടൗൺഷിപ്പ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് മുസ്ലിം ലീഗ് ഒരുക്കുന്ന ഏകദേശം 1000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമുകളുള്ള 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിടപ്പാടങ്ങൾ ഒരുങ്ങുന്നത്. 51 വീടുകളുടെ താക്കോൽ ദാനമാണ് നിർവഹിക്കുന്നത്. ഏകദേശം പണികളെല്ലാം പൂർത്തിയായി. വൈദ്യുതി എത്തിയിട്ടുണ്ട്, വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് താക്കോൽ കൈമാറ്റം നടക്കുക? ചടങ്ങുകൾക്ക് ഒരുങ്ങിയോ വയനാടും ലീഗും? ഡോക്ടർ അരുൺ, ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ആ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ അന്താളിച്ചിരുന്ന സംഭവമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പുനർനിർമ്മിക്കാൻ സാധിക്കുക? ആ വിധിക്ക് മുമ്പിൽ പകച്ചു നിന്ന കുറേ മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ടപ്പോൾ അന്നുണ്ടായൊരു അന്താളിപ്പ് നമുക്ക് കുറച്ചെങ്കിലും കുറയുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം അതൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു പുനരധിവാസത്തിൻ്റെ ആദ്യ കാഴ്ച. ആദ്യത്തെ പരിപാടി സർക്കാരിൻ്റെതാണ് നിശ്ചയിച്ചെങ്കിലും ഇതിപ്പോൾ ആദ്യത്തെ പരിപാടി ലീഗിൻ്റെ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ സർക്കാരിൻ്റെ പരിപാടി നടക്കും. ഇപ്പോൾ ലീഗ് നിർമ്മിച്ച വീടിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഈ വീട് തുറന്നിട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ വീട് തുറന്നിട്ടിട്ടില്ല. ഈ വീടിൻ്റെ ഒരു പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു ചെറിയ കൊലായിയൊക്കെ ഉണ്ട്. ഇത് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 2 ബെഡ്റൂമുണ്ട്, നല്ല വിശാലമായ ലിവിങ് റൂമുണ്ട്, ഓരോന്നും അറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ഇതിൻ്റെ 8 സെൻറ്റ് സ്ഥലമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടേക്ക് പിറകു ഭാഗത്തേക്ക് നല്ല വിശാലമായിട്ട് സൗകര്യങ്ങളോട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒപ്പം ഇവിടെ നമുക്ക് സ്റ്റെയർ കേസൊക്കെ പണിയാൻ പറ്റുന്ന, മുകളിലേക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റെയർ കേസ് പണിയാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. മനോഹരമായ വീടാണ്. ഇപ്പോൾ പണി പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ ഒരു വോളൊക്കെ വരും, അതായത് മതിൽക്കെട്ടോട് കൂടി തന്നെയാണ് നിർമ്മാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 വീടുകൾ തമ്മിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാവും. ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവുമോ അതായിരിക്കും പണി പൂർത്തിയാകുമ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 5 മീറ്റർ വീതിയുള്ള റോഡാണ്. മുട്ടിൽ മേപ്പാടി റോഡിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളോട്ട് പോയാൽ വെള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ വെള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 51 വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കും തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു കണക്ഷൻസ് ഇന്നലെ KSEB ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, പൂർത്തിയായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇന്നലത്തെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ മനോഹരമായ ലൈറ്റിംഗ് പൂർത്തിയാക്കി ആകാശ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരുങ്ങുന്ന ഒരു വില്ലാ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തോടെ മനുഷ്യർ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റെവിടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ കഴിയുക, അല്ലേ? ഒരിടത്ത് ലീഗ് വീട് നൽകുന്നു. നാളെ ഇപ്പോൾ സർക്കാർ നൽകുന്ന 178 വീടുകളുടെ താക്കോൽ കൈമാറ്റമുണ്ട്. കോൺഗ്രസ് തറക്കല്ലിട്ട് കഴിഞ്ഞു. വീടുകൾ താമസിയാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം.